ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പെട്ടെന്ന് പ്രാർത്ഥനയെ രുദ്രൻ തട്ടി വിളിച്ചു. പ്രദ്ന, താനെന്താ ആലോചിച്ച് നിൽക്കുവാണോ? പെട്ടെന്ന് പ്രാർത്ഥന സ്വബോധത്തിലേക്ക് വന്നു. ഈശ്വര, എന്താ ഇതെല്ലാം? ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. ഓർമ്മിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് നിന്റെ മരണമാണ് രുദ്രൻ റൈചന്ദ്. രുദ്രൻ അന്നേരം പ്രാർത്ഥനയോടായി ചോദിച്ചു. പ്രദ്ന, എനിക്കറിയാം ഇന്ന് നടന്ന പ്രശ്നങ്ങളിൽ നീ ആകെ അസ്വസ്ഥയാണ്. നിനക്ക് നേരെയാകാൻ കുറച്ച് സമയം വേണ്ടി വരുമെന്ന് എനിക്കറിയാം. എത്ര വേണേലും നീ സമയം എടുത്തു. പക്ഷേ നിനക്കെന്നെ ഇത്രയ്ക്കും ഇഷ്ടമായിരുന്നുവെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. നീയാണ് രഘുവിനെ വിവാഹം കഴിച്ചതെന്നോർത്ത് ഞാനും നിന്നെ വെറുത്തിരുന്നു. നീ എനിക്ക് മാപ്പ് തരണം. ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളൂ പ്രദ്ന. ഇത്രയും പറഞ്ഞ് രുദ്രൻ പ്രാർത്ഥനയോട് മാപ്പ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥന ഞെട്ടിപ്പോയി. മനസ്സിൽ അവൾ ചിന്തിച്ചു, മഹാദേവ, ഈ രുദ്രൻ ഈ നിസ്സാര കാര്യത്തിന് പോലും എന്നോട് മാപ്പ് പറയുന്നുവോ? ഇതെന്താ? ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതിൽ അലിഞ്ഞു പോയത്. ഇല്ല പ്രാർത്ഥന, ഇവൻ നിന്റെ ശത്രുവാണ്. നീ ഇവനോട് പ്രതികാരം ചെയ്യണം. ഇവൻ ആ സുവർണയുടെ മകനാണെന്നല്ലേ വല്യ മുത്തശ്ശി പറഞ്ഞത്? ഇവന് മാപ്പില്ല. ഇത്രയും മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥന വീണ്ടും രുദ്രനെ കൊല്ലാനായി രൂപം മാറാൻ തുടങ്ങിയതും രുദ്രന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് കണ്ടതും പ്രാർത്ഥന ഞെട്ടി. ആ ഫോണിലേക്ക് വിളിച്ചത് രുദ്രന്റെ അമ്മയുടെ നമ്പറായിരുന്നു. അമ്മ എന്ന് സേവ് ചെയ്തിരിക്കുന്നത് കണ്ട പ്രാർത്ഥന ഒരു നിമിഷം പതറി. രുദ്രന്റെ അമ്മ മരിച്ചതല്ലേ? പിന്നെ ഇതാരായി വിളിക്കുന്നത്? ഇത്രയും ചിന്തിച്ചപ്പോൾ തന്നെ രുദ്രൻ ആ കോൾ എടുത്തു. അമ്മേ, പറഞ്ഞോ. ചെറിയമ്മ എവിടെയാ ഉള്ളേ? ഇന്ന് വിവാഹത്തിന് എത്തിയില്ലല്ലോ. അതിൻ്റെ സങ്കടമേ ഉള്ളൂ എനിക്കിപ്പോൾ അമ്മയില്ല, അറിയാലോ. ചെറിയമ്മയാണ് ഇനി എനിക്ക് അമ്മയുടെ സ്ഥാനം. അത് മറക്കണ്ട. പിന്നില്ലേ, ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ, UAE-യിൽ ഞാൻ മറന്നുവെച്ച എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടുവരാൻ. ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്നും ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതെനിക്ക് ഇപ്പോൾ കിട്ടിയേ തീരൂ. അതെടുത്തോ ചെറിയമ്മേ? ശരി ചെറിയമ്മേ, നാളെ കാണാം. ഇത്രയും പറഞ്ഞ് രുദ്രൻ ഫോൺ കോൾ കട്ട് ചെയ്തപ്പോൾ പ്രാർത്ഥന ചിന്തിച്ചു, ഭഗവാനെ, രുദ്രൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഈ സുവർണ എങ്ങനെയാണ് രുദ്രന്റെ അമ്മയാകുന്നത്? കാരണം സുവർണയ്ക്ക് ഏതാണ്ട് 50-നടുത്ത് പ്രായമുണ്ടായിരുന്നു. ആ 50 വയസ്സ് പ്രായമുള്ള സുവർണ നാഗകന്യകയുമാണ്. ഈ നാഗകന്യക UAE-യിൽ പോയി രുദ്രനെ പ്രസവിച്ച ശേഷം വന്നോ? എന്തൊക്കെയാ ഇത്? ആകെ സംശയത്തോടെ നിന്ന പ്രാർത്ഥന രുദ്രനോടായി ചോദിച്ചു. അല്ല രുദ്രൻ സാർ ജനിച്ചത് UAE-യിലാണോ? അന്നേരം രുദ്രൻ അതിന് മറുപടി പറഞ്ഞു, അതെ, സഞ്ജനാമ്മയുടെ നാടാണ് ഇവിടെ. അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് പിന്നീട് അമ്മ ദുബായിലേക്ക് പോയി. അവിടെ വെച്ച് എന്നെ പ്രസവിച്ച് ഏതാണ്ട് 4-5 വയസ്സ് കഴിഞ്ഞ ഞാൻ ആദ്യമായി കേരളത്തിൽ വരുന്നത് തന്നെ. അത് കഴിഞ്ഞ മലയാളം പോലും നേരാവണ്ണം പഠിച്ചത്. ഇയാൾ നിരപരാധിയാണ്. വല്യ മുത്തശ്ശി എന്തിന് എന്നോട് കള്ളം പറഞ്ഞു? നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഞാൻ ആരെയാണോ ശത്രുക്കൾ എന്ന് കരുതിയത്, അവരെന്റെ മിത്രങ്ങളായിരുന്നു. നമ്മുടെ ലക്ഷ്യത്തിന് ഇനി അധികം ദിവസമില്ല. നമ്മുടെ ലക്ഷ്യം എന്താ? അത് പിന്നെ എന്താ? ഇന്ദ്രനീലവും നാഗമാണിക്യവും ആർക്കും അറിയില്ല. പ്രഭയും ഋഷിയും കൊന്നത് ഞാനാണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ കൈകളാണ്. അറിയാം ആ മഹാവില്ലൻ ആരെന്ന്. 100th എപ്പിസോഡ് സ്പെഷ്യൽ
നാളെ രാത്രി 8 മണിക്ക്.